സീറോ മലബാർ സഭയിലെ ഏകീകൃത ബലി അർപ്പിക്കണമെങ്കിൽ എറണാകുളം അതിരൂപതയിലെ മടിയന്മാരായ വൈദികർ കുർബാന തക്സ 2-3 ആവർത്തി വായിച്ചു പഠിക്കണം. അതിന് കഴിയാത്തവർ അവർക്ക് തോന്നുന്ന വിധം ചൊല്ലിത്തീർക്കും. അത് വൈദിക ധർമ്മത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. സിനഡ് പിതാക്കന്മാർ അസാധുവായി പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന മാത്രമേ ഞങ്ങൾ അർപ്പിക്കൂ എന്നുള്ള നിർബന്ധം പിടിക്കുന്നവർ ദൈവജനത്തോട്, സഭയോട്, ക്രിസ്തുവിനോട് അനീതി പ്രവർത്തിക്കുകയാണ്. ഇത് പൗരോഹിത്യത്തെ വെല്ലുവിളിക്കുന്ന നിലപാട് തന്നെയാണ്. എറണാകുളം അതിരൂപതയിൽ നിവർത്തികേട് കൊണ്ട് സഭയുടെ കുർബാന ലഭിക്കാത്തത് കൊണ്ട് അസാധുവായ കുർബാനയിൽ പങ്കെടുക്കേണ്ടി വരുന്ന വിശ്വാസികളുടെ ഹൃദയ നൊമ്പരം വൈദികർ സൃഷ്ടിക്കുകയാണ്. അതിനുള്ള പ്രതിഫലം കർത്താവ് വിമതന്മാർക്ക് നൽകുക തന്നെ ചെയ്യും. വഴിപിഴച്ചതും വക്രതയുള്ളതുമായ ലോഹധാരി ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇല്ലാത്തതിനാൽ അവർ നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് ഫലപ്രാപ്തിയില്ല. പിന്നെ എന്തിന് ഇവർക്ക് വിശ്വാസികളുടെ വിയർപ്പിന്റെ വലിയ വിലയായ പണം അവർക്കായി ചെലവഴിക്കുന്നു എന്ന് സഭയുടെ ഉന്നത നേതൃത്വം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനു പകരം സഭയുടെ തലപ്പത്തിരിക്കുന്നവർ ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങളിൽ മാലിന്യം കലർത്തി സ്വയം അവഹേളിതരാകുകയാണ്. ക്രിസ്തുവിൽ അവിടുത്തെ വചനങ്ങളിൽ വിശ്വാസവും വിശ്വസ്തതയും പുലർത്താത്ത സഭാ നേതൃത്വമേ, നിങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല. വിശ്വാസികളെ വിശുദ്ധീകരിക്കാനാണല്ലോ നിങ്ങൾ കുംഭസാരം പരിപോഷിപ്പിച്ചത്, അല്ലെ? നിങ്ങളല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ കുംഭസരിക്കേണ്ടത്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ തിന്മകൾക്ക് കർത്താവ് മാപ്പ് തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരെ കർത്താവ് ശിക്ഷിക്കുക തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വിശ്വാസികളെ പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുത്ത് അവരെ തിരുത്തിക്കൊണ്ടുവരേണ്ടവരാണ്, തിരുത്തിക്കൊണ്ടിരുന്നവരാണ്. ഇന്ന് സീറോ മലബാർ സഭയിലെ എറണാകുളം അതിരൂപതയിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ വഞ്ചനയ്ക്ക് നിങ്ങളെ ആര് തിരുത്തും? അതാണ് ചോദ്യം. അനുസരണയില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വാസികളെ, ദൈവജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ കഴിയും? വിശ്വാസ പ്രഘോഷണത്തിന് നിങ്ങൾ അവരെ എങ്ങനെ പ്രാപ്തരാക്കും? സഭയെ, ദൈവജനത്തെ വഞ്ചിക്കാതെ ഇനിയെങ്കിലും സഭയുടെ അത്യുന്നത നേതൃത്വത്തെ അനുസരിക്കുക. അതുവഴി ക്രിസ്തുവിനെ, എന്നിട്ട് നിങ്ങൾ പുതിയ മനുഷ്യരും പുതിയ ഇടയന്മാരുമായി സത്യസഭയിൽ ശുശ്രൂഷ ചെയ്യുക. സിനഡാനന്തര സർക്കുലറിലും എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്: വിശുദ്ധ കുർബാനയിലെ അനൈക്യത്തിൽ വിഷമമുണ്ട് എന്ന്, പക്ഷെ ആരെയും മുറിപ്പെടുത്തി അത് നമുക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എല്ലാവരും തീർച്ചയായും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കണം. പക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അർപ്പിച്ചില്ലേലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കണ്ട. പിന്നെ എങ്ങനെ ഇത് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ തലമുറ മുഴുവൻ മൺമറഞ്ഞു പോയിട്ടാണോ? അപ്പോൾ അടുത്ത തലമുറ പള്ളിയിൽ പോലും വരാതാകും.